ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ 19 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. സഘോഷോദാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വെനുനാദയൻ. സഘോഷഃ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭഃ ച പൃഥിവീം ച ഏവ തുമുലഃ വെനുനാദയൻ. സഹ ഘോഷഃ, ആ ഘോഷം, ആ ശബ്ദധ്വനി, ധാർത്തരാഷ്ട്രാണാം, ധൃതരാഷ്ട്രയുടെ പുത്രന്മാർ ദുര്യോധനാദികളെ, ഹൃദയാനി വ്യധാരയത്, അവരുടെ ഹൃദയങ്ങളെ പിളർന്നു ഭേദിച്ചു. നഭഃ ച പൃഥിവീം ച ഏവ, നഭസ്സും പൃഥിവിയും, ആകാശവും ഭൂമിയും, തുമുലഃ വെനുനാദയൻ, ആ ശബ്ദത്തെ മാറ്റൊലിക്കൊണ്ടു, അല്ലെങ്കിൽ ആ ശബ്ദത്തെ മാറ്റൊലിക്കൊള്ളിച്ചു. ഏതായിരുന്നു ആ ശബ്ദം? ഭീഷ്മപിതാമഹൻ ശംഖനാദം മുഴക്കിക്കൊണ്ട് യുദ്ധത്തിൻ്റെ ആരംഭം കുറിച്ചപ്പോൾ അതിന് മറുപടിയായി ശ്രീകൃഷ്ണ ഭഗവാനും പഞ്ചപാണ്ഡവന്മാരും പാണ്ഡവപക്ഷത്തുള്ള മഹാരഥന്മാരും എല്ലാവരും പ്രത്യേകം ശംഖങ്ങളെ മുഴക്കിക്കൊണ്ട് ആ യുദ്ധത്തിനുള്ള ആരംഭം കുറിക്കുന്നു. അപ്രകാരം എല്ലാവരുടെയും ആ ശംഖനാദങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ദുര്യോധനാദികളുടെ എല്ലാം ഹൃദയങ്ങൾ ഭേദിക്കപ്പെട്ടു എന്നാണ് ഇവിടെ വ്യാസമഹർഷി പറയുന്നത്. തന്നെയുമല്ല, അപ്രകാരമുണ്ടായ ആ ശംഖനാദങ്ങൾ എല്ലാം കൂടി ആകാശത്തെയും ഭൂമിയെയും ഒക്കെ മാറ്റൊലിക്കൊള്ളിച്ചു എന്നുകൂടി പറയുന്നു. ഇവിടെ തന്നെ ധൃതരാഷ്ട്ര പുത്രന്മാരുടെ മനസ്സിലേക്ക് ഒരു ഭയം വന്നു ചേരുന്നതായിട്ടുള്ള ഒരു സൂചന കൂടിയാണ് ആ ഹൃദയാനി വ്യധാരയത് എന്ന പ്രയോഗത്തിലൂടെ വ്യാസമഹർഷി ചെയ്തിരിക്കുന്നത്. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയേ ജയമുണ്ടാകൂ. എവിടെയാണ് അധർമ്മമുള്ളത് അവർ നിശ്ചയമായും പരാജയപ്പെടും എന്നത് ഈ ലോകത്തിൻ്റെ നീതി തന്നെയാണ്. അപ്രകാരമുള്ള നീതി സ്വാഭാവികമായിട്ട് നടത്തപ്പെടാത്തപ്പോൾ ഭഗവാൻ ഓരോരോ അവതാരങ്ങളെ കൊണ്ട് ആ നീതിയെ പുനഃസ്ഥാപിക്കുക കൂടി ചെയ്യും എന്നാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നാൽ ആവുന്ന എല്ലാ ശാന്തിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും ചെയ്തതിന് ശേഷമാണ് യുദ്ധക്കൊതിയന്മാരായ ദുര്യോധനാദികളെ യുദ്ധരംഗത്ത് വെച്ച് തന്നെ നേരിടുവാനുള്ള നിർണയം പാണ്ഡവാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ അധർമ്മമാർഗികളായിരിക്കുന്ന രാജാക്കന്മാരെ ഇല്ലായ്മ ചെയ്യുക എന്നതുകൂടിയാണ്. കൃഷ്ണാവതാരത്തിൽ അതിന് കാരണമായിട്ട് പറയപ്പെടുന്ന കാര്യവും നമ്മൾ ഭാഗവതത്തിലും നാരായണീയത്തിലുമൊക്കെ കാണുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ ഭാരം നിമിത്തം ഭൂമിദേവി വിവശയായി. ആ ഭൂമിദേവി ചെന്ന് ബ്രഹ്മാദികൾ ദേവന്മാരോടും മഹാദേവനോടും ഒക്കെ
പരാതി പറഞ്ഞതിന് ശേഷമാണ് അവരെല്ലാവരും കൂടി ക്ഷീരസാഗരത്തിൻ്റെ തീരത്ത് ചെന്ന് ഭഗവാനെ പുരുഷസൂക്തം കൊണ്ട് ഭജിച്ച് അവിടെ വിഷ്ണു ഭഗവാന്റെ അശരീരി ബ്രഹ്മദേവന് ലഭിക്കുന്നതും ആ അശരീരിയെ ബ്രഹ്മദേവൻ മറ്റുള്ള ദേവന്മാർക്കായിക്കൊണ്ടും ഭൂമിദേവിക്കായിക്കൊണ്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അപ്രകാരമുള്ള ഈ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കൊന്നൊടുക്കുക എന്നുള്ള അവതാര ഉദ്ദേശമായി വന്നിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാന് എന്നാൽ ഈ മഹാഭാരത യുദ്ധരംഗത്ത് അണിനിരക്കുന്ന 18 അക്ഷൗഹിണി പടകളിൽ നിരായുധനായിട്ടാണ് ഈ യുദ്ധരംഗത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രവേശിക്കുന്നത്. വാസ്തവത്തിൽ കാലസ്വരൂപി തന്നെയായിരിക്കുന്ന ആ ഭഗവാന് ഏതൊരായുധത്തിൻ്റെ ആവശ്യമാണ് ഉള്ളത്? കാരണം തൂണായും തുരുമ്പായും സകല ചരാചരങ്ങളായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ സങ്കല്പം മാത്രം കൊണ്ടെല്ലാം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ശക്തിവിശേഷത്തോടു കൂടിയിരിക്കുന്ന ഭഗവാന് കേവലം അധർമ്മം ചെയ്യുന്ന മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് എന്ത് സാഹസമാണ് ചെയ്യേണ്ടത്? യാതൊന്നും തന്നെയില്ല. പക്ഷേ ലോകാനുകാരിയായിട്ട് അല്ലെങ്കിൽ മനുഷ്യർക്കെല്ലാം പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ വേണം അതെല്ലാം നിർവഹിക്കാൻ എന്നതുകൊണ്ടാണ് മനുഷ്യനാട്യം അവലംബിച്ചുകൊണ്ട് ഭഗവാൻ ഈ ഓരോ ലീലകളും ആടുന്നത്. അതിൻ്റെ ഒരു രംഗം മാത്രമായിട്ടാണ് മഹാഭാരത യുദ്ധഭൂമിയെ നമുക്ക് കാണാൻ കഴിയുക. തന്നെയുമല്ല കേവലം 18 അക്ഷൗഹിണി പട മാത്രമാണ് ഈ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത് ഇല്ലാതാകുന്നത്. എന്നാൽ ഇതിനേക്കാൾ കൂടുതലായ അക്ഷൗഹിണികളെ ഏകദേശം 320 അക്ഷൗഹിണികളെ ജരാസന്ധൻ കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള ആ ഭഗവാൻ നിരായുധനായിട്ട് നിൽക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ പാണ്ഡവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് നിരായുധനായി നിൽക്കുന്നു എന്നേ ഉള്ളൂ. സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വിനുനാദയൻ അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപദേ അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുഃ ഉദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യം ഇദം ആഹ മഹീപദേ. അഥ അനന്തരം വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ യുദ്ധസന്നദ്ധരായിട്ട് കണ്ടിട്ട് ആരെ കണ്ടിട്ട്? ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്ര പുത്രന്മാരായിരിക്കുന്ന ദുര്യോധനാദികളെ കണ്ടിട്ട് കപിധ്വജഃ വാനരൻ കൊടിയടയാളമായിട്ടുള്ളവൻ ആരോ അവൻ കപിധ്വജൻ അർജുനൻ്റെ കൊടിയിലുള്ള അടയാളം ഹനുമാനാണ്. പ്രവൃത്തെ ശസ്ത്രസമ്പാദേ യുദ്ധം തുടങ്ങാനുള്ള കാഹളമൊക്കെ മുഴങ്ങിക്കഴിഞ്ഞപ്പോൾ യുദ്ധം ആരംഭിക്കേണ്ട സമയമാണ്. ആ സമയത്താണ് ഈ അർജുനൻ ധനുഹു ഉദ്യമ്യ തൻ്റെ വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പാണ്ഡവൻ മധ്യമ പാണ്ഡവനാകുന്ന അർജുനൻ ഋഷികേശം തഥാവാക്യം ഇദമാഹ ഋഷികേശൻ ഋഷികങ്ങളുടെ നാഥനായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ നാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് ഇദം വാക്യം ഇപ്രകാരമുള്ള വാക്കുകളെ ആഹ പറഞ്ഞു. മഹീപദേ അല്ലയോ രാജാവേ. രാജാവേ എന്ന് സംബോധന ചെയ്യുന്നത് സഞ്ജയൻ ധൃതരാഷ്ട്രനെയാണ്. അപ്പോൾ ധൃതരാഷ്ട്രർ കേൾക്കുന്നതിന് വേണ്ടിയായിട്ട് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, ആ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധസന്നദ്ധരായി എല്ലാവരും അണിനിരന്ന് കഴിഞ്ഞപ്പോൾ യുദ്ധകാഹളവും മുഴങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ
തൻ്റെ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യേണ്ടുന്ന ആ സമയമായപ്പോൾ ഹനുമാൻ കൊടിയടയാളമായിരിക്കുന്ന മധ്യമ പാണ്ഡവനായ അർജുനൻ തൻ്റെ വില്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഹനുമാൻ കൊടിയടയാളം എന്ന് പറഞ്ഞത് സൂചിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, മഹാഭാരത യുദ്ധത്തിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും തമ്മിലുള്ള ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അർജുനൻ പറയായിരുന്നു, എൻ്റെ ഓരോ അസ്ത്രവും ഏൽക്കുമ്പോൾ എതിർപക്ഷത്തുള്ള കർണൻ്റെ തേര് വളരെയധികം പിന്നോക്കം പോകുമായിരുന്നു. എന്നാൽ കർണൻ്റെ ശരങ്ങൾ ഏൽക്കുമ്പോൾ എൻ്റെ തേര് അല്പം പോലും പിന്നോക്കം പോയിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് അർജുനൻ തന്നെ സ്വയം പുകഴ്ത്തുന്നതായിട്ട് ഒരു രീതിയിലാണ് ആ സംസാരം വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിനായിട്ട് യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ അർജുനോട് പറഞ്ഞു, അർജുന, ആദ്യം നീ ഇറങ്ങിക്കോളൂ തേരിൽ നിന്ന്. ഭഗവാന്റെ ഏതൊരു ആജ്ഞയെയും അർജുനൻ ശിരസാവഹിക്കാറ് മാത്രമേ ഉള്ളൂ. എന്തിനാണ് അങ്ങനെ എന്നുള്ളൊരു ചോദ്യമൊന്നും അർജുനനില്ല. ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അർജുനൻ ആദ്യം താഴേക്ക് ഇറങ്ങി. അർജുനൻ കുറച്ച് ദൂരം എത്തിയപ്പോൾ ഭഗവാൻ തേരിൽ നിന്ന് ഇറങ്ങിയതും ആ തേര് അഗ്നിക്കിരയായി. അപ്പോഴാണ് അർജുനന് മനസ്സിലാകുന്നത്, താൻ ഉപയോഗിച്ചിരുന്ന ആ തേര് അവിടെ ഏറ്റവും ശക്തരായി നിന്നിരുന്ന ആ ബലം, അത് ഒന്ന് ഹനുമാൻ എന്ന കൊടിയടയാളവും രണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന തൻ്റെ തേരാളിയുമായിരുന്നു. ഇപ്രകാരം ഭഗവാൻ എന്തെന്ത് സഹായങ്ങൾ പാണ്ഡവർക്കായിട്ട് ചെയ്തു എന്നെല്ലാം നമ്മൾ മഹാഭാരതം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കും. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർതരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. അടുത്ത 2-2.5 ശ്ലോകങ്ങൾ ഒരുമിച്ച് ചേർത്താണ് അർത്ഥം പറയേണ്ടത്. അതുകൊണ്ട് ഒരുമിച്ച് വായിച്ചിട്ട് അർത്ഥം പറയാം. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാൻ അവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയചികീർഷവഃ. സേനയോഃ ഉഭയോഃ മധ്യേ രഥം സ്ഥാപയ മേ അച്യുത യാവത് ഏതാൻ നിരീക്ഷേ അഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈഃ മയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാൻ അവേക്ഷേ അഹം യ ഏതേ അത്ര സമാഗതാഃ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. സേനയോഃ ഉഭയോഃ മധ്യേ, ഉഭയ സേനയ മധ്യേ, രണ്ട് സേനയുടെയും മധ്യത്തിലായിട്ട് രഥം സ്ഥാപയ മേ അച്യുത, ഹേ അച്യുത, മേ രഥം, എൻ്റെ രഥം, സ്ഥാപയ, സ്ഥാപിച്ചാലും. എവിടെ? രണ്ട് സേനയുടെയും മധ്യത്തിലായിട്ട് എൻ്റെ രഥത്തെ നിർത്തിയാലും ഭഗവാനെ എന്ന് അർജുനൻ പറയുക. എന്തിനു വേണ്ടിയാ? യാവതേതാൻ നിരീക്ഷേ അഹം, യാവത്, ഏതുവരെ ഞാൻ ഇവരെ ഒന്ന് കാണുന്നില്ലയോ അതുവരെ രഥം ഇതിൻ്റെ നടുക്ക് നിർത്തണം. എന്തിനാ? ഏതാൻ
അഹം നിരീക്ഷ്യേ, ഞാൻ ഇവരൊന്ന് കാണട്ടെ, ഈ വന്ന് അണിനിരന്ന് നിൽക്കുന്നത് ആരൊക്കെയാണ് എന്ന് കാണട്ടെ. യോദ്ധുകാമാൻ അവസ്ഥിതാൻ, യുദ്ധം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് വന്ന് അണിനിരന്ന് നിൽക്കുന്ന ഇവരെ ഞാനൊന്ന് കാണട്ടെ. അതുവരെ അങ്ങ് എൻ്റെ ഈ രഥത്തെ രണ്ട് സേനയുടെയും മധ്യത്തിലായിട്ട് സ്ഥാപിച്ചാലും നിർത്തിയാലും. കൈഹി മയാ സഹ യോദ്ധവ്യം, കൈഹി സയ, ആരോടാണ് അല്ലെങ്കിൽ ആരെല്ലാമാണ് മയാ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് അസ്മിൻ രണസമുദ്യമേ, ഈ യുദ്ധോദ്യമത്തിൽ ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് കാണട്ടെ ഭഗവാനെ. അങ്ങ് എൻ്റെ രഥത്തെ രണ്ട് സേനയുടെയും നടുവിൽ നിർത്തിയാലും. യോത്സ്യമാനാൻ അപേക്ഷേ അഹം, യുദ്ധോത്സുകരായിട്ട് നിൽക്കുന്ന ഇവരെ അഹം ഞാൻ അപേക്ഷേ ഒന്ന് കാണട്ടെ. യ ഏതേ അത്ര സമാഗതാഹ, ആരെല്ലാമാണ് വന്ന് തയ്യാറായി നിൽക്കുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ. എന്തിനു തയ്യാറായി? ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹേ യുദ്ധേ പ്രിയ ചികീർഷവഃ, ദുർബുദ്ധിയായിരിക്കുന്ന ധാർത്തരാഷ്ട്രന്, ധൃതരാഷ്ട്രൻ്റെ പുത്രന് ദുര്യോധന് പ്രിയ ചികീർഷവഃ, പ്രിയം ചെയ്യുവാനായിട്ട് ഉദ്ദേശിച്ച് വന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണ് എന്ന് ഞാൻ ഒന്ന് കാണട്ടെ ഭഗവാനെ. അതുകൊണ്ട് എൻ്റെ രഥത്തെ ഈ രണ്ട് സൈന്യത്തിൻ്റെയും നടുവിലായി കൊണ്ടുപോയി നിർത്തിയാലും എന്നാണ് പറയുന്നത്. ഇവിടെ ഈ യുദ്ധരംഗത്തേക്ക് എത്തുവാനായിട്ട് പാണ്ഡവാദികളും പ്രത്യേകിച്ച് അർജുനനുമെല്ലാം വളരെയധികം തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഈ യുദ്ധം നിശ്ചയമായും ഒഴിവാക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത് ഭഗവാൻ അറിയാം. അതുവഴി ഭഗവാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പാണ്ഡവർക്കും വ്യക്തമായിട്ടുള്ളത് തന്നെയാണ്. കാരണം വനവാസ കാലത്തെല്ലാം അർജുനനോട് ദിവ്യങ്ങളായ അസ്ത്രശാസ്ത്രങ്ങളൊക്കെ തപം ചെയ്ത് നേടണം എന്നെല്ലാം ഉപദേശിച്ചിരുന്നത് ഭഗവാനാണ്. അങ്ങനെയാണ് മഹാദേവനിൽ നിന്ന് പാശുപതാസ്ത്രം അതുപോലെയുള്ള ദിവ്യങ്ങളായ അസ്ത്രങ്ങളൊക്കെ അർജുനൻ തപസ് ചെയ്ത് നേടുന്നത്. അപ്പോൾ ഈ ഒരു മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് തികച്ചും അനിവാര്യം തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരും അതിനായിട്ട് വളരെയധികം വർഷങ്ങൾ കാത്തിരുന്ന് തയ്യാറെടുപ്പ് നടത്തിയതാണ്. ഉദാഹരണമായിട്ട് നമ്മളെല്ലാം ഏതെങ്കിലും ഒരു കുട്ടികൾ പരീക്ഷ എഴുതാനായിട്ട് വളരെയധികം തയ്യാറെടുത്ത് ആ പരീക്ഷ എഴുതാൻ ആ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് സംഭ്രമം വന്ന് വിയർത്ത് തലകറങ്ങി വീണു കഴിഞ്ഞാൽ പിന്നീട് ആ പരീക്ഷ എങ്ങനെ എഴുതുമെന്നോ അതിൻ്റെ പരിണിത ഫലം എന്താകുമെന്നോ എല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സമാനമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ അർജുനൻ എത്തി നിൽക്കുന്നത്. ആ യുദ്ധകാഹളം എല്ലാം മുഴങ്ങി ഭേരി മൃദംഗങ്ങളൊക്കെ വാദിച്ചു കഴിഞ്ഞ് അതെല്ലാം ശബ്ദം അന്തരീക്ഷത്തിൽ മാറ്റൊലിക്കൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് യുദ്ധത്തിനായി വന്നിരിക്കുന്നവരെല്ലാം പ്രചോദിപ്പിച്ചുകൊണ്ടാണ് ആ വാദ്യമേളങ്ങളൊക്കെ മുഴക്കപ്പെടുന്നത്. ആ സമയത്ത് എതിരാളിയുടെ നേർക്ക് ആക്രമിക്കുക എന്നുള്ള ഒരു മനോഭാവത്തിന് പകരം ഇവിടെ അർജുനനുണ്ടാകുന്ന ചേതോവികാരം തികച്ചും വിപരീത ദിശയിലേക്കുള്ളതാണ് എന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആ അർജുനനാണ് ഭഗവാനോട് പറയുന്നത്, ഭഗവാനെ, എൻ്റെ രഥത്തെ ഈ രണ്ട് സേനയുടെയും മധ്യത്തിലായിട്ട് നിർത്തിക്കൊണ്ട് എനിക്ക് ആരെല്ലാമാണ് ഈ യുദ്ധം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആരോടെല്ലാമാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് നോക്കി കാണട്ടെ എന്ന് പറയുന്നതും ഈ ദുര്യോധനാദികൾക്ക് വേണ്ടി അണിനിരന്നിരിക്കുന്ന സൈനികരിൽ ആരൊക്കെയാണ്
ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറായി ഇവിടെ വന്നാണ് നിലനിൽക്കുന്നത് എന്നും ഞാനൊന്ന് കാണട്ടെ ഭഗവാനെ എന്നുള്ള ഒരു അപേക്ഷയോടുകൂടിയാണ് അർജുനൻ ഭഗവാനോട് പ്രകാരം പറയുന്നത്. തികച്ചും അർജുനൻ്റെ ഈ ഒരു മാനസികാവസ്ഥ ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അഭിലഷണീയമല്ല. ദ്രോണാചാര്യൻ അർജുനനെ അസ്ത്രവിദ്യ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു മരത്തിന് മുകളിലിരിക്കുന്ന ഒരു കിളിയുടെ കണ്ണിനെ ലക്ഷ്യമാക്കി നോക്കാൻ പറയുമ്പോൾ എല്ലാവരോടും ആ ലക്ഷ്യത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാണുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം വൃക്ഷം കാണുന്നുണ്ട്, വൃക്ഷത്തിൻ്റെ ശിഖരം കാണുന്നുണ്ട്, ശിഖരത്തിലുള്ള ഇലയും കായും പൂവും ഒക്കെ കാണുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞതല്ലാതെ അതിനിടയിൽ ഒരു കിളി ഇരിപ്പുണ്ടെന്നും ആ കിളിയുടെ കണ്ണുകൾ കാണുന്നുണ്ടെന്നും പറഞ്ഞത് അർജുനൻ മാത്രമായിരുന്നു. അപ്പോൾ അസ്ത്രവിദ്യയ്ക്ക് ആവശ്യമായ പൂർണ്ണമായ ഏകാഗ്രത അർജുനന് മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും ആയുധവിദ്യയിൽ നിപുണനായ അർജുനന് പോലും കേവലം ഒരു മനോവൈഷമ്യം മൂലം ഈ യുദ്ധരംഗത്ത് മാനസികമായി തകരുവാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ സംഭാഷണം തുടങ്ങി വയ്ക്കുന്നത്. ഇനി അങ്ങോട്ട് ഈ അധ്യായത്തിൽ അർജുനൻ തൻ്റെ വിഷമതകളെ അല്ലെങ്കിൽ സങ്കടങ്ങളെയാണ് ഭഗവാനോട് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ഇവരോടെല്ലാം യുദ്ധം ചെയ്യുക എന്നുള്ള ഒരു ക്ലീബാവസ്ഥയാണ്, ആണും പെണ്ണുമല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചാണ് അവിടെ വർണ്ണിച്ച് കാണിക്കുന്നത്. ഏതൊരു സമയത്ത് ഏതൊരു ഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്, ഏതുണ്ടാവരുത് എന്നെല്ലാം ഇപ്രകാരം കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ അവസരത്തിൽ അർജുനന് ഈ ഒരു ഭാവമല്ല ഉണ്ടാവേണ്ടതെന്നുള്ള ഭഗവാൻ തുടർന്ന് ഉപദേശിക്കുന്നതുമുണ്ട്. നമ്മളും നമ്മുടെ ജീവിതമാകുന്ന യുദ്ധത്തിൽ ഓരോ വിഷമതകളിലും പെട്ട് ഉഴലുന്ന നമുക്ക് അതിൽ നിന്നെല്ലാം ഉണർന്നെഴുന്നേറ്റ് കർമ്മോത്സുകരാകാനായിട്ടുള്ള ഒരു ഉപദേശ സംഹിത തന്നെ ആവശ്യമായി വരുന്നത് ഇങ്ങനെയുള്ള അർജുനന്മാരെ ഒക്കെ ഉപദേശം കൊണ്ട് കർമ്മോത്സുകരാക്കുന്നതിൻ്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അർജുനൻ നമ്മളുടെ എല്ലാം പ്രതിനിധിയാണ്. നിർണായകമായ വഴിത്തിരിവിൽ വെച്ച് നമുക്ക് ആർജിച്ചെടുക്കേണ്ടതായ മനോബലം അത് ഏത് പ്രകാരമായിരിക്കണം എന്ന് ഉള്ളതിനൊരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കുകയാണ് ഈ അർജുന വിഷാദയോഗം എന്നുള്ള ഈ അധ്യായത്തിലൂടെ വ്യാസഭഗവാൻ വർണ്ണിച്ച് കാണിച്ചു തരുന്നത്. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയചികീർഷവഃ. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിർസ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.